ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ കറി റെസിപ്പി ആയിട്ടാണ്. നല്ല സ്പൈസിയും ടേസ്റ്റും ആയിട്ടുള്ള കോളിഫ്ലവർ പൊട്ടറ്റോ റോസ്റ്റ് ആണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു മിശ്ര ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 6 ബദാം, 3 ഏലയ്ക്ക, ഒരു കഷ്ണം പട്ട, ചെറിയ 5 കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയി തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ കോളിഫ്ലവർ ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. കോളിഫ്ലവർ ഇത് അത്യാവശ്യം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പൊട്ടറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം. കോളിഫ്ലവറും പൊട്ടറ്റോ ഒക്കെ ഇതുപോലെ ഒന്ന് വഴറ്റി കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി സെയിം കടായിലോട്ട് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. ഞാൻ ഇതിലോട്ട് ഓൾറെഡി കുരുമുളകും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ടുള്ളത്. നിങ്ങൾക്കിനി കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂടുതലായിട്ട് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കോളിഫ്ലവറും ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മസാലയൊക്കെ ഇതിലെല്ലാം പിടിക്കും വിധം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചപ്പാത്തി, ദോശ, വെള്ളപ്പം, പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോളിഫ്ലവർ പൊട്ടറ്റോ റോസ്റ്റാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കറി എന്തായെന്ന് തുറന്നു നോക്കുകയാണ്. കണ്ടോ, വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള കോളിഫ്ലവർ പൊട്ടറ്റോ റോസ്റ്റ് റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഈ ഒരു റോസ്റ്റിൽ ഒരുപാട് ഗ്രേവി ഒന്നും ഉണ്ടാവില്ല, നല്ല തിക്നെസ്സോടെ ഇരിക്കും. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത്. എല്ലാവർക്കും എൻ്റെ കോളിഫ്ലവർ പൊട്ടറ്റോ റോസ്റ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.